നമസ്തേ. ഭഗവത്ഗീതയുടെ 3-ാമത്തെ അധ്യായം കർമ്മയോഗം. അതിലെ വിഷയം കർമ്മം അനുഷ്ഠിക്കുന്നതിൻ്റെ പ്രാധാന്യം, വ്യവഹാര ജീവിതത്തിലെ പ്രവർത്തനങ്ങളും പ്രവൃത്തിപ്രവർത്തനങ്ങളും. 3-ാമത്തെ അധ്യായത്തിലെ 30-ാമത്തെ ശ്ലോകം. മയി സർവാണി കർമാണി സന്യസ്യാധ്യാത്മചേതസാ നിരാശീർനിർമമോ ഭൂത്വാ യുധ്യസ്വ വിഗതജ്വരഃ. 3-ാമത്തെ അധ്യായത്തിലെ 30-ാമത്തെ ശ്ലോകം. അതിൻ്റെ ആശയ വിശദീകരണം. ശരീരം, മനസ്സ്, ഇന്ദ്രിയങ്ങൾ ഇവ കൊണ്ട് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും എന്നിൽ അർപ്പിക്കുക എന്ന് വെച്ചാൽ എല്ലാ കർമ്മങ്ങളെയും ഭഗവാനിൽ അർപ്പിക്കുക. അതോടുകൂടി ഞാൻ എന്ന ഭാവം അവിടെ നിന്നും മാറും. ആത്മസാക്ഷാത്കാരമെന്ന ലക്ഷ്യത്തിൽ മനസ്സുറപ്പിക്കുക. ലൗകികമായ ആഗ്രഹങ്ങളിൽ കൊതിക്കാതെ, എൻ്റെ എന്ന ബോധമില്ലാതെ ശോകം വെടിഞ്ഞ് സ്വകർമ്മമായ യുദ്ധം ചെയ്യുക. ഇവിടുത്തെ പശ്ചാത്തലത്തിൽ അർജുനൻ ശോകത്തിലിരിക്കുകയാണ്. ആ ശോകം വെടിഞ്ഞ് സ്വകർമ്മമായ യുദ്ധം ചെയ്യാനാണ് ഭഗവാൻ അവിടെ പ്രകീർത്തിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ കർമ്മങ്ങൾ ചെയ്യുക? കർമ്മങ്ങൾ എങ്ങനെ നിർവഹിക്കണം? ഇവിടെയാണ് കർമ്മയോഗത്തിൻ്റെ പ്രാധാന്യം. എന്താണോ സ്വധർമ്മം, അല്ലെങ്കിൽ എന്താണോ തനിക്ക് വിധിക്കപ്പെട്ട കർമ്മം, അത് കൃഷ്ണനിൽ സമർപ്പിച്ച് ചെയ്യുക. അത് വിവേചന ബുദ്ധിയോടെ ചെയ്യുക. ആഗ്രഹങ്ങളെ ഒഴിവാക്കുക. സ്നേഹം വിട്ടുവരുന്ന ദുഃഖങ്ങളെ വകവയ്ക്കാതെ ചെയ്യേണ്ടത് ചെയ്യുക. അപ്പോൾ കർമ്മം ഒരു അനുഷ്ഠാനത്തിലേക്ക് ഉയരും. ഇത്തരം കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണോ കർമ്മം ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് കർമ്മം എന്നത് വെറുതെ ഒരു കർമ്മമല്ലാതെ അതിൻ്റെ ഒരു അനുഷ്ഠാനത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയിൽ പരിപൂർണ ശ്രദ്ധയോടെ ചെയ്യുക. അതുകൊണ്ടാണ് കർമ്മം ചെയ്യുമ്പോൾ ശ്രദ്ധയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. മാത്രമല്ല, അത് ചെയ്യുമ്പോൾ തനിക്ക് എന്ത് കിട്ടും എന്ന് വിചാരിച്ച് ചെയ്യരുത്. അതായത് പ്രതിഫലം ആഗ്രഹിക്കാതെ വേണം കർമ്മത്തെ സമീപിക്കുന്നത്. അതാണ് വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണത്. അപ്പോൾ അതെങ്ങനെയാണത് കഴിയുക? എങ്ങനെയാണ് പ്രതിഫലം ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യാൻ സാധിക്കുക? സാധാരണഗതിയിലൊക്കെ ചോദ്യം വരുന്നതാണ്. പലപ്പോഴും ഒരു സംശയത്തിന് ഇട നൽകുന്ന ഒരു സന്ദർഭമാണിത്. പ്രതിഫലം ഇല്ലാതെ എന്തിന് കർമ്മം ചെയ്യുന്നു എന്ന ഒരു ചോദ്യം അവശേഷിക്കുന്നു. അതായത് കർമ്മങ്ങളെ കടമയായി കാണണം. നമ്മൾ നമ്മുടെ കടമകൾ ചെയ്ത് തീരുമ്പോൾ ഒരിക്കലും പ്രതിഫലത്തിന് ആഗ്രഹിക്കുകയോ കാത്തു നിൽക്കുകയോ ചെയ്യാറില്ല. ഞാൻ ഇത് ചെയ്യണം, ഇത് എൻ്റെ കടമയാണ്. ആ കടമകൾ ചെയ്യുമ്പോൾ മകൻ എന്നുള്ള കടമയാണെങ്കിലും മകൾ എന്നുള്ള കടമയാണെങ്കിലും അതൊക്കെ ചെയ്യുമ്പോൾ അത് പ്രതിഫലം ആഗ്രഹിക്കാതെയാണ് അത് ചെയ്യുക. അങ്ങനെയാണ് പ്രതിഫലം ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യാനുള്ള മാർഗം. വൈമുഖ്യമോ, അതായത് മനസ്സില്ലാ മനസ്സോടെ, പ്രതിബദ്ധതയോ ഇല്ലാതെ വേണം കർമ്മത്തിൽ ഏർപ്പെടാൻ. അങ്ങനെ വരുമ്പോൾ താൻ ചെയ്യുന്ന കർമ്മത്തിന് ശുദ്ധി കൈവരുന്നു. കൃഷ്ണൻ ഗീതയുടെ അവസാന അധ്യായത്തിൽ ഈ കാര്യം എടുത്തു പറയുന്നത് ശ്രദ്ധേയമാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ ഫലം കിട്ടുന്നത്? മേൽ പറഞ്ഞ പ്രകാരം
കർമ്മം ചെയ്യുമ്പോൾ സംസാര ബന്ധനത്തിൽ നിന്നും സ്വതന്ത്രമാകും. ഈ സ്വാതന്ത്ര്യം ക്രമേണ മോക്ഷപാതയിലേക്ക് നയിക്കും. ഭഗവത്ഗീതയിലെ എല്ലാ അധ്യായങ്ങളും യോഗമാർഗങ്ങളാണ്. യോഗമാർഗങ്ങളൊക്കെ ലക്ഷ്യമാക്കുന്നത് മോക്ഷത്തിലേക്കാണ്. ബാക്കി അടുത്ത അധ്യായത്തിൽ നമുക്ക് കാണാം.